ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. മൂന്നാം ക്ലാസ്സിൻ്റെ മാത്സ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ കൂട്ടുകാർക്ക് ക്രിസ്മസ് എക്സാം ആണ്. അപ്പോൾ അതിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്, ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ മലയാളം മീഡിയം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, നമുക്ക് ആദ്യത്തെ ആക്ടിവിറ്റി നോക്കി നോക്കാം. ആക്ടിവിറ്റി 1, പാറ്റേൺ. കംപ്ലീറ്റ് ദ പാറ്റേൺ ബിലോ. അപ്പോൾ എന്താണ് ഈ പാറ്റേൺ? ഇതിങ്ങനെ വലുതായി വരികയാണ്. ആദ്യം 2 എണ്ണം, പിന്നെ 3 എണ്ണം, പിന്നെ 4 എണ്ണം. അപ്പോൾ ഇനി എടുത്തതിൽ എത്ര എണ്ണം വരും? 2, 3, 4, 5 എണ്ണം. മേലെ 1, 2, 3, 4 എണ്ണം വരും. 3 എണ്ണം, 2 എണ്ണം, 1 എണ്ണം. ഓക്കെ അല്ലേ? ഇനി അടുത്ത പാറ്റേൺ എന്താ? എല്ലാത്തിലും ഇങ്ങനെ സ്ക്വയർ തന്നെയാണ്. അപ്പോൾ അടുത്തതിലും എന്ത് തന്നെ വരും? സ്ക്വയർ തന്നെ വരും. ഓക്കെ, എന്നിട്ട് 4 ഭാഗം ഇതെല്ലാത്തിലും സെയിം ആണ്. ഇനി ഷെയ്ഡ് ചെയ്യേണ്ടത് എവിടെ നിന്നാണ് വരുന്നത് നോക്കണ്ടേ. അപ്പോൾ ആദ്യത്തേൽ ഇവിടെ വന്നു, പിന്നത്തേൽ അതിൻ്റെ അടിയിൽ വന്നു, പിന്നത്തേൽ ഇവിടെ വന്നു. അപ്പോൾ ഇവിടെ വന്നു, ഇവിടെ വന്നു, ഇവിടെ വന്നു. അപ്പോൾ അടുത്തത് എവിടെയായിരിക്കും? ഇവിടെയായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഭാഗം നമുക്ക് ഷെയ്ഡ് ചെയ്യാം. ഇനി ഈ സർക്കിള് ഫസ്റ്റത്തേൽ ഇവിടെ, രണ്ടാമത്തേൽ ഇവിടെ, മൂന്നാമത്തേൽ ഇവിടെ. അപ്പൊ നാലാമത്തേൽ എവിടെ വരും? ഇവിടെ വരും. ഓക്കെ അല്ലേ? ഇനി അടുത്തത് എന്താ? 156, 256, 357, 155. അപ്പൊ 1, 2, 3. അപ്പൊ അടുത്തതിൽ എത്ര വരും? 4 വരും. ദെൻ 5, 5, 5. 5 സെയിം ആണ്. അപ്പൊ 5 അതേപോലെ വന്നു. ഇനി ഇതിൽ 5 ആണ്, ഇവിടെ 6 ആണ്, ഇവിടെ 7 ആണ്. അപ്പൊ അടുത്തതിൽ എത്ര വരും? 8 വരും. ഓക്കെ അല്ലേ? ഇനി അടുത്തത് എന്താ? അടുത്ത പാറ്റേൺ എന്തായിരിക്കും? സ്ക്വയർ എല്ലാത്തിലും സെയിം ആണ്. അപ്പൊ സ്ക്വയർ അങ്ങനെ വരച്ചു. ഇതും സെയിം ആണ്. ഈ ആരോ ഇതിൽ വന്നു, ഇതിൽ വന്നു, ഇതിൽ വന്നു. അപ്പൊ അടുത്തതിൽ എവിടെയായിരിക്കും? ഇവിടെ. അപ്പൊ ഇത് വരുന്നത് ഏതാണ്? ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി റൈറ്റ് എ പാറ്റേൺ ഇൻവോൾവിങ് 3 ഡിജിറ്റ് നമ്പേഴ്സ്. അപ്പൊ 3 ഡിജിറ്റ് നമ്പേഴ്സിന്റെ ഒരു പാറ്റേൺ എഴുതാൻ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 100, 200, 300, 400. ഏത് പാറ്റേൺ വേണമെങ്കിലും നമുക്ക് എഴുതാവുന്നതാണ്. ഇനി ആക്ടിവിറ്റി 2, സേ ദ നമ്പർ. എ ബസ് ഹാസ് 11 seats of 3 people and 9 seats of 2 people. അപ്പോൾ ഒരു ബസ്സിൽ 11 seats of 3 people. 3 peopleന്റെ 11 സീറ്റും അതുപോലെ തന്നെ 2 peopleന്റെ 9 സീറ്റും 9 സീറ്റും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ചോദ്യം, how many people can sit in the bus? എന്താണ് ആദ്യത്തെ ചോദ്യം? ആ ബസ്സിൽ എത്ര ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റും? അപ്പൊ 3 സീറ്റിന്റെ 11 ബസ്സും പിന്നെ എത്ര? 2 സീറ്റിന്റെ 9 ബസ്സും. അപ്പൊ ഇത്രയും ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റും. അതായത് 11 × 3 33 ആണ്. 2 × 9 18 ആണ്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ എത്രയാണോ കിട്ടുന്നത് അത്രയും ആൾക്കാർക്ക് ആ ബസ്സിൽ ഇരിക്കാൻ പറ്റും. 8 കഴിഞ്ഞാൽ 9, 10, 11. 3 കഴിഞ്ഞാൽ 4, 5. എത്രയാണ്? 51 പേർക്ക് ആ ബസ്സിൽ ഇരിക്കാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ? ഇനി അടുത്തത് നോക്കി നോക്കാം. When the journey started, 2 seats of 3 people and 4 seats of 2 people are empty. അപ്പോൾ ബസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ 2 seats of 3 peopleസും അതുപോലെ തന്നെ 4 seats of 2 peopleസും empty ആണ്. അങ്ങനെയാണെങ്കിൽ ഇനി ആ ബസ്സിൽ എത്ര പേർക്ക് ഇരിക്കാൻ പറ്റും? എത്ര പേർക്കാണ്? 2 × 3 അതുപോലെ തന്നെ 4 × 2. 2 × 3 എത്രയാണ്? 6 ആണ്. 4 × 2 8 ആണ്. 6 + 8 14 ആണ്. അപ്പൊ ഇനി ആ ബസ്സിൽ 14 പേർക്കും കൂടെ ഇരിക്കാവുന്നതാണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കി നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ഓഫ് ഇതിന്റെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ എന്താണ്? 1, 2, 3, 4, 5, 6 പ്രാവശ്യം 6നെ 6 ആയിട്ട് പ്ലസ് ചെയ്തു. അപ്പൊ എന്താണ്? 3 × 6 അഥവാ 6 × 3 ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. സോ ഓപ്ഷൻ സി 6 × 3 is the correct answer.
ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത് നോക്കി നോക്കാം. ഷൂട്ടിംഗ് കോമ്പറ്റീഷൻ. A person can shoot 10 rounds. On each shoot, wherever the bullet hits, the person gets that score. അപ്പോൾ എന്താന്ന് വെച്ചാൽ പേഴ്സണിന് 10 റൗണ്ട് ഉണ്ട്. അപ്പോൾ ഏതിലേക്കാണോ ഷൂട്ട് ചെയ്തെന്ന് വെച്ചാൽ ആ പോയിന്റ് ആണ് അവർക്ക് കിട്ടുക. അങ്ങനെയാണ് നമ്മുടെ കളിയുടെ നിയമം. Then the score after 5 rounds of shooting is given below. അപ്പോൾ 10 റൗണ്ട് ഉണ്ട്, 5 റൗണ്ടിൻ്റെയാണ് താഴെ കൊടുത്തിട്ടുള്ളത്. Complete the table by finding the number of shots on 101. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. 302 ആണ് സ്കോർ. 302 വന്നപ്പോൾ എന്ത് വന്നു? 3 പ്രാവശ്യം 100 വന്നു. അപ്പോൾ എത്ര? 300ആയി. ദെൻ 10ന്റെ ഒന്നും തന്നെ വന്നില്ല, 2ന്റെ ഒരു പ്രാവശ്യം, 1ന്റെ 2 പ്രാവശ്യം, സോറി എന്താണ് 1ന്റെ 2 പ്രാവശ്യം, അപ്പൊ 2, അങ്ങനെ 302 കിട്ടി. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് 311 എങ്ങനെ എഴുതാം? 3 × 100. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 300 കിട്ടി. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം 3 times. ദെൻ 311 ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 1 × 10 10. ഓക്കെ, അപ്പൊ 10ന് ഒരു പ്രാവശ്യം, അപ്പൊ 310 ആയി. 310 ആയാൽ പിന്നെ 1 എത്ര പ്രാവശ്യം? ഒരു പ്രാവശ്യം. ഓക്കെ അല്ലേ? ഇനി സബീന 320 ആണ്. ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? 10 3 പ്രാവശ്യം, ദെൻ 100 3 പ്രാവശ്യം, അപ്പൊ 3 × 100 300 ആയി. ഇനി 2 10ഉം കൂടി ചേർത്താൽ 320 ആയില്ലേ? അപ്പൊ 10 എത്ര പ്രാവശ്യമാണ്? 2 times. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് എന്താ? ഹു ഗോട്ട് ദ ലീസ്റ്റ് സ്കോർ? ആർക്കാണ് ഏറ്റവും കുറവ് പോയിന്റ്സ് ലഭിച്ചത്? ആർക്കാണ് ഇതിൽ ഏറ്റവും കുറവ് പോയിന്റ്സ് ലഭിച്ച ആള്? അരുണാണ്. അപ്പൊ ആർക്കാണ്? അരുൺ. ഇനി when 10 rounds were finished, one got 820 points. അപ്പൊ 10 റൗണ്ട് കഴിഞ്ഞപ്പോൾ ഒരാൾക്ക് 820 പോയിന്റ്സ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ആർക്കായിരിക്കും 320 കിട്ടിയിട്ടില്ല? സബീന. ഇനി നെക്സ്റ്റ്, which of the following score would be the most likely score to the 10 round shooting match? Take the correct one. ഏതായിരിക്കും? 534, 722, 613 and 1010. ഏതായിരുന്നു? 613. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി 4 ആണ്. ആക്ടിവിറ്റി 4 എന്ന് പറയുന്നത് കാർ ജേർണി ആണ്. അതായത് ലുക്ക് അറ്റ് ദ ഡിസ്റ്റൻസസ് ഫ്രം തിരുവനന്തപുരം ടു വാരിയസ് പ്ലേസസ്. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് പല സ്ഥലത്തേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം കൊല്ലം ടു കാസർഗോഡ്? കൊല്ലം എവിടെ? കൊല്ലം ടു കാസർഗോഡുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? അപ്പോൾ കൊല്ലം ടു കാസർഗോഡിലെ ഡിസ്റ്റൻസ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്താൽ മതി? 585 നിന്നും 65 ആയിട്ടുള്ളത് കൊല്ലത്തിൻ്റെ ഡിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്താൽ മതി? കുറച്ചാൽ മതി. അപ്പോൾ എത്ര കിട്ടും? 520. അപ്പോൾ അവരുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 520 ആണ്. 520 കിലോമീറ്റർ. ഇനി വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം കണ്ണൂർ ടു കോഴിക്കോട്? കണ്ണൂർ എവിടെ? കണ്ണൂർ ടു കോഴിക്കോട് എത്രയാണ്? ഇതിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? അത് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുക? 471 മൈനസ് 397. 11 ആയി, ഇവിടെ 6 ആയി, 1 ആയി, 3 ആയി. 7 കഴിഞ്ഞാൽ 8, 9, 10, 11, 4 വരും. ദെൻ ഇതെന്താ വരിക? 7 വരും, 0 വരും, 74 ആവും. ഓക്കെ, അപ്പോൾ എന്താണ് കിലോമീറ്റർ? കണ്ണൂരിൻ്റെയും കോഴിക്കോടിൻ്റെയും ഇടയിൽ 74 കിലോമീറ്റർ എന്ന് വരും. ഈ നെക്സ്റ്റ് സി ചോദ്യം എന്താ? ഇൻ എ കാർ ജേർണി ഫ്രം തിരുവനന്തപുരം ടു കാസർഗോഡ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഒരു കാർ യാത്രയിൽ രാകേഷ് ഡ്രൈവ്സ് ദ കാർ ടു തൃശ്ശൂർ. അപ്പൊ രാകേഷ് ഏത് വരെ ഓടിച്ചു? രാകേഷ് ഏത് വരെ ഓടിച്ചു? രാകേഷ് ഡ്രൈവ്സ് ദ കാർ ടിൽ തൃശ്ശൂർ. അപ്പൊ തൃശ്ശൂർ വരെയാണ് രാകേഷ് ഓടിച്ചത്. രാധിക ഡ്രൈവ്സ് ദ കാർ ഫ്രം തൃശ്ശൂർ ടു കാസർഗോഡ്. അപ്പൊ തൃശ്ശൂരിന്ന്
കാസർഗോഡ് വരെ, തൃശ്ശൂരിൽ നിന്ന് കാസർഗോഡ് വരെ രാധിക ഓടിച്ചു. ദെൻ എവിടുന്ന്, തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം വരെ രാകേഷ് ഓടിച്ചു. ഓക്കെ, ഇനി അടുത്തത് ഹൂ ഡ്രൈവ്സ് മോർ, ഹൗ മച്ച് മോർ, ആരായിരിക്കാം കൂടുതൽ ഓടിച്ചിട്ടുണ്ടായിരിക്കാം, എത്ര കൂടുതലാവാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ചെയ്ത് നോക്കാം. ആദ്യം രാകേഷിന്റെ ചെയ്യാം. രാകേഷ് എന്താണ്, തിരുവനന്തപുരം ടു തൃശ്ശൂർ ആണ്. അപ്പൊ എത്രയാണ് നമുക്ക് കിട്ടുക? 304 ആണ്. നമുക്ക് നോക്കി നോക്കാം. ഇവിടെ തിരുവനന്തപുരത്തിന്റെ കണക്കില്ല. ഫ്രം തിരുവനന്തപുരം ടു കാസർഗോഡ് രാകേഷ് ഡ്രൈവ്സ് ദ കാർ ടിൽ തൃശ്ശൂർ എന്ന് പറഞ്ഞിട്ടുള്ളൂ. തൃശ്ശൂര് വരെ രാകേഷ് ഓടിച്ചു. പക്ഷെ ഇവിടെ എന്തില്ല, ഇവിടെ തിരുവനന്തപുരത്തിന്റെ ഇത് തന്നിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും നോക്കി നോക്കാം. then Radhika drives the car from തൃശ്ശൂർ to കാസർഗോഡ്. തൃശ്ശൂരിൽ നിന്ന് കാസർഗോഡ് വരെയാണ് രാധിക ഓടിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം രാധികയുടെ കണ്ടു നോക്കാം. രാധികയുടെ ഏത് മുതലാണ്, കാസർഗോഡ് തൃശ്ശൂർ. അപ്പൊ 585 മൈനസ് 304 ചെയ്യാം. 585 മൈനസ് 304 1 8 2 281 കിലോമീറ്റർ ആണ് ആരോടിച്ചത്, രാധിക ഓടിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇനി അടുത്തത് നമുക്ക് 65 304 കൂടെ നോക്കി നോക്കാം. ഓക്കെ, 304 മൈനസ് 65 ആണ് എന്ത്, രാകേഷ് ഓടിച്ചിട്ടുള്ള ദൂരം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ അത് എങ്ങനെ കാണാം, 304 മൈനസ് 65 ചെയ്യുമ്പോൾ ഇവിടെ 14 വരും, ഇവിടെ 0 9 വരും, ഇവിടെ 2 വരും. അങ്ങനെ നമുക്ക് ആൻസർ എത്ര കിട്ടും, 239 എന്ന് കിട്ടും. സോ നമുക്ക് കിട്ടും എന്താണ്, ആരാണ് ഏറ്റവും കൂടുതൽ കാർ ഓടിച്ചത്, 281 കിലോമീറ്റർ ഓടിച്ചിട്ടുള്ള രാധികയാണ്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി 5 നോക്കി നോക്കാം. ആക്ടിവിറ്റി 5 മെഷർ ദ ഡിസ്റ്റൻസ് ആണ്. വിന്നി ആൻഡ് ഹെർ ഫ്രണ്ട്സ് ആർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ലോങ് ജംപ് കോമ്പറ്റീഷൻ. അപ്പോൾ വിന്നിന്റെ ഫ്രണ്ട്സും ലോങ് ജംപ് കോമ്പറ്റീഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാണ്. അപ്പോൾ അവർ കവർ ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. ബെന്നി 1 മീറ്റർ 45 സെന്റിമീറ്റർ, then 160 സെന്റിമീറ്റർ, 1 മീറ്റർ 50 സെന്റിമീറ്റർ അങ്ങനെ തന്നിട്ടുണ്ട്. then find the top 2 persons in the competition. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ആർക്കാണ്, സെക്കൻഡ് ആർക്കാണ്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കുക, അതായത് 1 മീറ്റർ 45 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 145 സെന്റിമീറ്റർ ആണ്. ഇത് 160 സെന്റിമീറ്റർ, ഇതാവുമ്പോൾ 150 സെന്റിമീറ്റർ, ഇതാവുമ്പോൾ 200, ഇതാണെങ്കിലോ 185. ഇങ്ങനെയല്ലേ വരിക? കാരണം എന്താ, 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് എത്ര മീറ്ററാ, 100 സെന്റിമീറ്റർ ആണ് എന്ത്, 1 മീറ്റർ. ഓക്കെ, ഈ ടേം പഠിച്ചു വെക്കുക. 100 സെന്റിമീറ്റർ ആണ് 1 മീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 1 മീറ്റർ എന്ന് പറയുമ്പോൾ 100 വരും, പ്ലസ് 45 തന്നെ, അങ്ങനെ നമുക്ക് 145 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് പൊസിഷൻ ആർക്കായിരിക്കും, ഫസ്റ്റ് പൊസിഷൻ 200 സെന്റിമീറ്റർ ഓടിയിട്ടുള്ള 200 സെന്റിമീറ്റർ ഹൈറ്റിൽ ചാടിയിട്ടുള്ള റിമിക്കാണ്. റിമി. then ഡിസ്റ്റൻസ് കവേർഡ് എത്രയാണ്, 200 സെന്റിമീറ്റർ. then സെക്കൻഡ് പൊസിഷൻ അപ്പോൾ ആർക്കായിരിക്കും, 185 സെന്റിമീറ്റർ ഉള്ള വിന്നിയാണ്. വിന്നി 185 സെന്റിമീറ്റർ. ഓക്കെ, from the table find out the differences between the largest distance and the shortest distance. largest distanceും shortest distanceും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്. അപ്പോൾ ഇതിൽ largest distance എന്ന് പറഞ്ഞാൽ ആരുടെയാണ്, റിമ്മിയുടെയാണ്.
200 സെൻറ്റിമീറ്റർ. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 145 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള ആരുടെയാണ്? ബെന്നിയുടെയാണ്. അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എത്രയായിരിക്കും? 50ഉം 55 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് എന്താ? വിച്ച് ഈസ് ദ ഫോളോയിങ് മെഷർമെന്റ് ക്യാൻ ബി ദ ലെങ്ത് ഓഫ് എ പെൻസിൽ? ഒരു പെൻസിലിന്റെ ലെങ്ത് ആവാൻ പറ്റുന്നത് ഇതിനേതാണ്? 180 സെൻറ്റിമീറ്റർ, 18 മീറ്റർ, 18 സെൻറ്റിമീറ്റർ, 180 മീറ്റർ. ഏതിനായിരിക്കും? 18 സെൻറ്റിമീറ്റർ. ഓക്കെ. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി 6 നോക്കാം. ആക്ടിവിറ്റി 6 is our last activity, science festival. The table below shows the number of students participated in various competition on each day of the 2 days of sub-district science festival. അപ്പോൾ sub-district science festivalന്റെ informations ഒക്കെയാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഡേ നമ്പർ ഓഫ് സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റഡ്, സെക്കൻഡ് ഡേ നമ്പർ ഓഫ് സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റഡ്. ഇനി നമ്മൾക്ക് അതിലത്തെ എ ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. എ ക്വസ്റ്റ്യൻ എന്താ? What is the total number of students participated in work experience fair on 2 days? Work experience fair ആണ് ഇത്. അപ്പോൾ 2 ദിവസം വർക്ക് എക്സ്പീരിയൻസ് ഫെയറിൽ പങ്കെടുത്ത കുട്ടികളുടെ എണ്ണം. ഫസ്റ്റ് ഡേ ആയിട്ടുള്ള ഫസ്റ്റ് ഡേ എത്ര? 145 പ്ലസ് സെക്കൻഡ് ഡേ ആയിട്ടുള്ള 122. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 5 കഴിഞ്ഞ 6 7, 4 കഴിഞ്ഞ 5 6, 2, 267 പേരാണ് 2 ദിവസം കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത്. Okay. What is the total number of students participated in sub-district science festival? അപ്പോൾ 2 ദിവസം പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാണ്? അപ്പോൾ നമുക്ക് ഇതും കൂടി ആഡ് ചെയ്യുക, then രണ്ടും കൂടി ആഡ് ചെയ്യുക. ഓക്കെ അല്ലേ? then നമുക്ക് നോക്കി നോക്കാം. 5 കഴിഞ്ഞ 6 7 8 9 10, ബാക്കി 1 4 4 8 9 10, 0 ബാക്കി 1 2 3 4 5. അപ്പോൾ ഫസ്റ്റ് ഡേ 500, സെക്കൻഡ് ഡേ ആണെങ്കിലോ 7 8 9 9ഉം 8ഉം 17, ബാക്കി 1 4 5 6 7 8 387. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് ഡേ പ്ലസ് സെക്കൻഡ് ഡേ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 5 + 3 8. അപ്പോൾ ടോട്ടൽ 887 സ്റ്റുഡൻസ് ആണ് ഈ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ഇനി നെക്സ്റ്റ്, ഹൗ മെനി മോർ സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ ഫസ്റ്റ് ഡേ ദാൻ ഓൺ ദ സെക്കൻഡ് ഡേ? അപ്പോൾ സെക്കൻഡ് ഡേനേക്കാൾ എത്ര കുട്ടികൾ കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു? അത് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 500 - 387 ചെയ്താൽ നമുക്കത് കിട്ടും. ഓക്കെ. അപ്പോൾ 500 - 387 കൂട്ടുകാർ ചെയ്ത് നോക്കിയാൽ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മളിത് എങ്ങനെ ചെയ്യാം? 10 ആവും. ഓക്കെ. then 3 1 1 113 കുട്ടികൾ കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഓക്കെ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.